എനിക്ക് ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് നമ്മുടെ ഭുവനേശ്വർ കുമാറാണ്. നമുക്കറിയാലോ എല്ലാ പ്ലേയേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 60 പേരടങ്ങുന്ന ടീമൊന്നും എന്തായാലും ഉണ്ടാക്കാൻ പറ്റൂല. കുറെ ആൾക്കാർ ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂട്ടാതെ പറ്റുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് ആ ഒരു ടീം ആക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ കാണുന്ന ഒരു ടീം ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ നല്ലൊരു ടീമാണ്. നിതീഷ് കുമാർ റെഡ്ഡിയും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഇപ്പം കാഴ്ചവെക്കുന്നുണ്ട്. ഈവൻ ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും കണ്ടിടത്തോളം നല്ലൊരു കിടിലൻ T20 ടീമാണ്. പുതിയൊരു ക്യാപ്റ്റന് നല്ല ചലഞ്ച് ഉണ്ട് ശ്രേയസ് അയ്യർക്ക്. കാരണം സൂര്യകുമാർ യാദവ് എന്താ പറയാ ഒരു കിടിലൻ ക്യാപ്റ്റൻ ആയിരുന്നു. 52 ഇന്നിങ്സിൽ 42 വിജയം കൈവരിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻ, എല്ലാ സീരീസും ജയിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻ, T20 എല്ലാ സീരീസും ജയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ, വേൾഡ് കപ്പ് വരെ എടുത്തിട്ടുള്ള ക്യാപ്റ്റൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചലഞ്ചിനെ ശ്രേയസ് അയ്യർ മറികടന്നാൽ പൊളിയായിരിക്കും. അതുപോലെ നമ്മുടെ ഏഷ്യൻ ഗെയിംസിന്റെ ടീമിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ജസ്പ്രീത് ബുംറ ഉള്ളൂ, ബാക്കി രണ്ടിലും ഇല്ല. മുഹമ്മദ് സിറാജ് അതുപോലെ നമ്മുടെ ഹർഷ്ദീപ് സിംഗ് ഒക്കെ ടീമിൽ വന്നിട്ടുണ്ട്. ഹർഷ്ദീപ് സിംഗിന്റെ കഴിഞ്ഞ IPL പെർഫോമൻസ് അത്ര ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല. അതല്ലാതെ ആള് പക്ഷേ ഇതിന് മുന്നേ കളിച്ച മാച്ചസിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ അതിൽ നല്ല പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ആൻഡ് രവി ബിഷ്ണോയൻ ടീമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും പുതിയൊരു ടീം, പുതിയൊരു വൈബ്, പുതിയ കാര്യങ്ങളൊക്കെ വെച്ച് ഇനിയുള്ള മാച്ചസ് ഒക്കെ തുടക്കത്തിലേ തന്നെ അടിച്ചു കയറി വരട്ടെ. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്ക്വാഡ് കണ്ട സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ആരൊക്കെയാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്? ആരൊക്കെ ഇനി വേണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു? ഇനിയിപ്പോൾ അല്ലെങ്കിൽ ആരൊക്കെ റീപ്ലേസ് ചെയ്യാനുണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഒരു സജഷനൊക്കെ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. എനിക്ക് എന്തായാലും BCCIയിൽ വിളിച്ചിട്ട് പറയാനൊന്നും പറ്റൂല ഇവരെ മാറ്റി അവരെ റീപ്ലേസ് ചെയ്യണമെന്ന്. പക്ഷെ എന്തായാലും നമുക്കൊന്ന് നോക്കാമല്ലോ, ഒന്ന് എന്തായിരിക്കും ഇതിന്റെ വ്യത്യാസങ്ങൾ, നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ട് പോകും. പിന്നെ അതുപോലെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ലൈക്കൊക്കെ ഒന്ന് അടിച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇനിയും കുറച്ച് വീഡിയോസ് ഒക്കെ ഇതുപോലെ പറഞ്ഞൊക്കെ ഇടാലോ. ക്രിക്കറ്റിനെ മാത്രമല്ല ക്രിക്കറ്റ് കോമഡി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതും കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടാൻ വേണ്ടി വിട്ടുപോകരുത് കേട്ടോ. അത്രേ ഉള്ളൂ. ബൈ ബൈ.